സനോജ്, ഗുഡ് മോർണിംഗ്. NSSന്റെ നിലപാട് കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എല്ലാ വണ്ടികളും KPCC ആസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ പെരുന്നയിലേക്കാണ് പോകുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അവിടെ വന്ന് കാട്ടുകെട്ടി നിൽക്കുകയാണ്. പക്ഷേ നിലപാടിൽ മാറ്റമില്ല എന്ന് NSS വ്യക്തമാക്കുന്നു. ഇവിടെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്താണ്? യഥാർത്ഥ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്, അതല്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാക്കുന്നത് VD സതീശനാണ് എന്ന നിലപാടാണോ പങ്കുവയ്ക്കുന്നത്? മനു, ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമ്പോൾ അതുമായി സഹകരിച്ചുകൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുകയും പിന്നീട് നിലപാട് പരസ്യപ്പെടുത്തുകയും ചെയ്ത പ്രബല സമുദായമാണ് NSS. NSSന്റെ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കാനും സുകുമാരൻ നായർ, ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഇത് UDFനെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കി. പ്രത്യേകിച്ച് സമദൂര നിലപാടിൽ നിന്നും ശരിദൂര നിലപാടിലേക്ക് പോയി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് സുകുമാരൻ നായർ എത്തിച്ചേർന്നത്. രാഷ്ട്രീയ കാര്യങ്ങളിൽ സമദൂര നിലപാട് സ്വീകരിക്കുമ്പോഴും നിലവിലത്തെ വിഷയത്തിൽ ശരിദൂര നിലപാടാണ് എടുത്തത് എന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ ഈ സർക്കാർ അനുകൂല നിലപാട് സുകുമാരൻ നായർ പ്രഖ്യാപിച്ചതോടെയാണ് വെട്ടിലായ കോൺഗ്രസ് നേതൃത്വത്തിലെ നേതാക്കന്മാർ ഓരോരുത്തരായി, പ്രത്യേകിച്ച് PJ കുര്യൻ, അദ്ദേഹം ദീർഘകാലമായിട്ട് NSSുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ്. PJ കുര്യൻ, പിന്നെ കൊടിക്കുന്നിൽ സുരേഷ്, അതുപോലെ തന്നെ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹവും NSSുമായി ഏറെ ആത്മബന്ധം പുലർത്തുന്ന നേതാക്കന്മാരാണ്. അപ്പോൾ ഈ 3 നേതാക്കന്മാരാണ് പ്രധാനമായും പെരുന്നയിലെത്തി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തിയത്. സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയപ്പെടുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് NSS സ്വീകരിച്ച നിലപാട് ആർജവമുള്ള നിലപാടാണ്, സമദൂര നിലപാടിൽ NSS തുടരുകയാണ് എന്നായിരുന്നു PJ കുര്യൻ പ്രഖ്യാപിച്ചത്. പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് തന്റെ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇത് കോൺഗ്രസിൽ വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയപ്പെടുന്നത് VD സതീശന്റെ നിലപാട് തന്നെയാണ്. ഈ UDFിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമെന്നുള്ള അഭിപ്രായക്കാരും ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ പങ്കെടുത്തുകൊണ്ട് രാഷ്ട്രീയ നിലപാട് അവിടെ പറഞ്ഞാൽ മതി എന്നുള്ള ഒരു തീരുമാനം UDFിലെ പല കക്ഷികൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ സതീശൻ അതിൽ പങ്കെടുക്കേണ്ടതേ ഇല്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സതീശന്റെ തീരുമാനത്തിന് വിടുകയും ഒടുവിൽ UDF ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയപ്പെടുന്നത് ഇന്നലെ സതീശന്റെ ഒരു പ്രഖ്യാപനം, അതായത് NSSുമായി അനുനയ നീക്കത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്. ആർക്ക് വേണമെങ്കിലും നേതാക്കന്മാർക്ക് NSSൽ പോയി കൂടിക്കാഴ്ച നടത്തുന്നതും കുഴപ്പമില്ല, അനുനയ നീക്കത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പരസ്യമായി ഈ മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള PJ കുര്യനെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും കൊടിക്കുന്നിൽ സുരേഷിനെയും ഉൾപ്പെടെയുള്ള ആളുകളെ VD സതീശൻ പരസ്യമായി തള്ളിപ്പറയുകയാണ് എന്ന് വേണം വിലയിരുത്താൻ. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ, അതായത് കടുത്ത വിയോജിപ്പ് UDF നേതൃത്വത്തോട് NSS നേതൃത്വം പുലർത്തുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും തങ്ങളുടെ അനുകൂലമാക്കി മാറ്റുക എന്ന ഒരു തന്ത്രം ഈ മുതിർന്ന നേതാക്കന്മാർ ഒരു വശത്തോട് നടത്തുമ്പോഴാണ് മറുവശത്തിരുന്നുകൊണ്ട് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന ഒരു പ്രഖ്യാപനം സതീശൻ നടത്തുന്നത്. സതീശന്റെ ഈ ധാർഷ്ട്യം പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിലയിരുത്തലിലാണ് മുതിർന്ന, അതായത് പ്രായോഗിക രാഷ്ട്രീയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് VD സതീശൻ അറിയില്ല എന്നാണോ മുതിർന്ന നേതാക്കൾ പങ്കുവയ്ക്കുന്നത്? തീർച്ചയായിട്ടും അവരുമായി നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രായോഗിക രാഷ്ട്രീയം, ഇവിടുത്തെ ഒരു സാമുദായിക സംഘടനാ ഘടനകളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട പ്രായോഗിക രാഷ്ട്രീയം VD സതീശൻ അറിയുകയില്ല. VD സതീശന്റെ ഈ ധാർഷ്ട്യമായ നിലപാട് മുന്നണിക്കും പാർട്ടിക്കും ദോഷം ചെയ്യുമെന്ന ഒരു വിലയിരുത്തലിലാണ്. നമുക്കറിയാം, മുൻപ് VD സതീശൻ സുകുമാരൻ നായരെ തള്ളിപ്പറയുകയും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞതിനു ശേഷം എങ്ങനെയെങ്കിലും സുകുമാരൻ നായരുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരത്തിന് വേണ്ടി VD സതീശൻ പലകുറി ശ്രമിച്ചുവെങ്കിലും സുകുമാരൻ നായർ കാണാൻ പോലും കൂട്ടാക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ ചങ്ങനാശ്ശേരിയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം ആ ഗ്യാപ്പിൽ പെരുന്നയിലെത്തി സുകുമാരൻ നായരെ കണ്ടത്. പക്ഷേ അന്ന് രാഷ്ട്രീയ ചർച്ചകളൊന്നും നടത്തിയില്ല. ഒരു അല്പനേരമുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സതീശൻ മടങ്ങുകയും ചെയ്തു. പക്ഷേ സതീശനുമായിട്ടുള്ള ഒരു അകൽച്ച NSS ഇപ്പോഴും പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സതീശന്റെ ഈ നിലപാട്, അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന സതീശന്റെ നിലപാട് തെറ്റായിപ്പോയെന്ന ഒരു വിലയിരുത്തലും NSSനുള്ളിലുണ്ട്. ഇതിനിടയിലാണ് NSS സർക്കാർ അനുകൂല നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുക ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നേതാക്കന്മാർ ഓരോരുത്തരായി എങ്ങനെയെങ്കിലും സുകുമാരൻ നായരെ അനുനയിപ്പിക്കാമെന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമായി കരുക്കൾ നീക്കി മുന്നോട്ട് പോകുമ്പോൾ ആ മുതിർന്ന നേതാക്കളെ പോലും
പരസ്യമായി തള്ളിപ്പറയുകയാണ് സതീശൻ ചെയ്തത്. സതീശന്റെ ഈ നിലപാടിനോട് NSSനും വിയോജിപ്പുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. NSSനെ സംബന്ധിച്ച് NSS ഇവിടെ ചർച്ചയ്ക്ക് ആരെയും ക്ഷണിച്ചിട്ടില്ല. നേതാക്കന്മാർ വന്നു പോവുകയാണ്. അങ്ങനെ വന്നു പോകുന്ന ഇടയിലാണ് സതീശൻ ഇത്തരത്തിലുള്ള ധാർഷ്ട്യമായ നിലപാട്, സതീശന്റെ ധാർഷ്ട്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രസ്താവന വരുന്നത് എന്ന വിലയിരുത്തൽ NSSന്റെ ഉള്ളിലും രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം കോൺഗ്രസ് പാർട്ടിയിൽ കടുത്ത വിഭാഗീയതയ്ക്ക് വഴിതിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മനു.